ശരിയാണ്. ന്യൂസ് 18 ഈ ക്യാമ്പയിൻ വൺ ഡേ ഫോർ വയനാട് എന്നതിന് വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് അധികാരികളുടെ മുന്നിലേക്ക് ഈ ആളുകളുടെ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. ഇവർക്ക് സംഭാവന നൽകുവാൻ തയ്യാറായ കരങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് ഇവർ ഏത് സമയത്തും സന്നദ്ധരാണ്, ഏത് രീതിയിലും സഹായിക്കാൻ സന്നദ്ധരാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളാണ് ഏറ്റെടുക്കേണ്ടത്. നിങ്ങളുടെ കോളാണ്. നിങ്ങളത് ഇവരിൽ നിന്ന് പണം സമാഹരിക്കുക, അത് കൃത്യമായി കൈകളിൽ എത്തേണ്ടിടത്ത് എത്തിക്കുക എന്നുള്ളതാണ്. യെസ്, അങ്ങനെ മാതൃകാപരമായ മറ്റൊരു കാഴ്ച കൂടി നമുക്ക് കാണാം. അവിടെ ഈ വടക്കൻ കേരളത്തിലെ തെയ്യൻ കലാകാരന്മാർക്ക് ഇപ്പോൾ ഒരു വറുതിയുടെ കാലമാണ്. പക്ഷേ അവരും ബാക്കി വെക്കുകയാണ്, അവരും നീക്കി വെക്കുകയാണ് വയനാട്ടുകാർക്ക് വേണ്ടി ഒരു തുക. ആ കാഴ്ച വടക്കൻ കേരളത്തിൽ കർക്കിടക മാസത്തിലെ ആദിയും വ്യാധിയും അകറ്റാനാണ് കുട്ടിത്തെയ്യമായ ആടിയും വേടനും വീടുകളിൽ ഗ്രഹസന്ദർശനം നടത്തുന്നത്. എന്നാൽ ഇത്തവണ വയനാടിലെ ദുരിതം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ കൂടിയാണ് ഈ യാത്ര. വീടുകളിൽ നിന്ന് കിട്ടുന്ന ദക്ഷിണ ഇത്തവണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ്. ഏതായാലും നമ്മോടൊപ്പം പ്രകാശൻ പണിക്കർ തന്നെ ചേരുന്നു. ഏത് രീതിയിലാണ് ഇത്തവണത്തെ ഈ യാത്ര? നമസ്കാരം. ഇത് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാവുന്നതാണ്. വയനാട് വലിയൊരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പലതരത്തിലുള്ള സഹായങ്ങളും പല സമൂഹത്തിൻ്റെ മേഖലകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് സ്വാഗതാർഹമാണ്. നമ്മളാലാവുന്ന ഒരു സംഭാവന കൂടി അതിൽ ചേരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഏത് രീതിയിലാണ്? എല്ലാ വീടുകളിലും ഇപ്പോൾ ഗൃഹസന്ദർശനം നടത്തി അവിടെ നിന്ന് കിട്ടുന്ന ദക്ഷിണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അങ്ങനെയാണ്? അങ്ങനെ ഇത് നമ്മുടെ ജീവിത മാർഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവുന്ന രീതിയിൽ സഹായിക്കണമെന്ന ഒരു മനസ്സാണ് ഇതിലുള്ളത് പ്രധാനമായിട്ടും. ഇപ്പോൾ നമുക്കറിയാം, ഈ കർക്കിടക മാസത്തിലെ ഈ കർക്കിടക തെയ്യങ്ങളെ കുറിച്ചിട്ട് നല്ല ബോധ്യമുള്ളവരാണ് നമ്മളെല്ലാം. 3 തെയ്യങ്ങളാണ് ഈ കാലത്ത് വീടുകൾ കയറി ഇറങ്ങുന്നത്. അത് വേടൻ, മർദ്ദ, അതുപോലെ ഗളിഞ്ചൻ. ഇത് 3 വ്യത്യസ്ത വിഭാഗക്കാരാണ് കെട്ടിയാടുന്നത്. അപ്പോൾ അതിൻ്റെ മറ്റ് ഐതിഹ്യപരമായിട്ടുള്ള കാര്യം പറഞ്ഞാൽ, ഈ അർജുനൻ പാശുപതാസ്ത്രം നേടുന്നതിന് വേണ്ടി തപസ് ചെയ്യുകയും അതിൽ അർഹനാണോ യോഗ്യത ഉണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ശിവനും പാർവതിയും കാട്ടാള വേഷത്തിൽ വന്ന ഒരു കഥാസന്ദർഭം, കിരാതചരിതം എന്ന് പറയും. ആ ഒരു കഥാചരിതം, ആ ഒരു കിരാതചരിതത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ തെയ്യങ്ങൾ ഇറങ്ങുന്നത്. അതിൽ വേടൻ എന്ന് പറഞ്ഞാൽ ശിവൻ്റെ സങ്കല്പമാണ്. അത് മലവിഭാഗത്തിൽപ്പെടുന്ന ഞങ്ങൾ കെട്ടുന്നത്. അതുപോലെ പാർവതി സങ്കല്പത്തിലെ മർദ്ദ അല്ലെങ്കിൽ ആടി എന്ന് പറയും. ആ തെയ്യം വണ്ണാൻ സമുദായത്തിലുള്ളവർ കെട്ടുന്നതാണ്. അതുപോലെ അർജുന സങ്കല്പത്തിലുള്ളതാണ് ഗളിഞ്ചൻ നൽകത്തായ വിഭാഗക്കാർ കെട്ടുന്നത്. അപ്പോൾ ഈ 3 തെയ്യങ്ങൾ ഈ കർക്കിടക മാസത്തിൽ പൂർവ്വകാലത്തുണ്ടായ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആദിയും വ്യാധിയും എല്ലാം അകറ്റാൻ വേണ്ടി ഓരോ വീടിലും കയറി ഇറങ്ങി അവിടുന്ന് തെയ്യം ആടുന്ന എന്നാണ് പറയൽ, കൊട്ടിപ്പാടി ആടി കളിച്ച്. അതുപോലെ അവിടുന്ന് ഇപ്പം നമ്മുടെ തെയ്യങ്ങളെല്ലാം ഒരു കാർഷിക സംസ്കൃതിയുടെ ഭാഗമാണല്ലോ. അപ്പോൾ അന്ന് നെല്ല്, അരി, വെള്ളരിക്ക, തേങ്ങ ഇങ്ങനെയുള്ള കാർഷിക പരമായിട്ടുള്ള സാധനങ്ങൾ ഒഴിഞ്ഞ് ആ വീട്ടിലെ ഓരോ ദുരിതങ്ങളെയും കുട്ടികളെ ബാക്കിയുള്ള ആളുകളെല്ലാം ഒഴിഞ്ഞിട്ട് അവരുടെ ദുരിതങ്ങളാണ് ഒഴിഞ്ഞെടുക്കുന്നത്. അങ്ങനെ പുറത്ത് കൊണ്ടുപോയി മുറത്തിൽ വെച്ച് അത് നമ്മൾ സ്വീകരിക്കുന്നതാണ് പതിവ്. ഇന്നത് മാറി. ഇപ്പോൾ കാർഷികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറഞ്ഞുവല്ലോ. അപ്പോൾ അതെല്ലാം പൈസയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ തുക ഓരോ വീട്ടിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി കിട്ടുന്ന തുകയിൽ നിന്ന് ഒരു 2 ദിവസത്തെ വരുമാനമെങ്കിലും എനിക്ക് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കലാകാരന്മാരുടെ കാര്യം പറഞ്ഞാൽ 6 മാസം ഇപ്പോൾ പട്ടിണിയുടെയും ആ രീതിയിലുള്ള കാലമാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത്. അതെ, അത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടിയാണ്. ഇത് അത്രത്തോളം വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് അവിടെ വന്നിട്ടുള്ളത്. അതൊരു
ഒരു നിർമ്മിക്കുക എന്ന ഒരു വലിയൊരു ബൃഹത്തായ പദ്ധതിയാണ് അവിടെ നടക്കേണ്ടത്. അപ്പോൾ അതിന് എത്ര കിട്ടിയാലും അത് തികയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി സ്കൂളുകൾ, റോഡ്, പാലം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മളെ വലിയ വിഷയങ്ങളാണ്, ഞാൻ പറയേണ്ടതല്ല. എങ്കിൽ പോലും നമ്മളാലാവുന്ന ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു വകയായിട്ടുള്ള ഒരു ചെറിയൊരു സംഭാവന എന്ന നിലക്കാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും വയനാടിന് ഒരു കൈത്താങ്ങ്, അത് എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകളും ഇത്തരത്തിൽ വരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതാണ് മലയാളി മനസ്സും. KB ബൈജു, News 18, കാസർഗോഡ്.